സിംഗപ്പൂർ ദുബായ് മാതൃകയിൽ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റുമെന്ന ബജറ്റിൽ പ്രഖ്യാപനം. പുതിയ IT പാർക്കുകളും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തുടങ്ങുമെന്ന് പറഞ്ഞുവെങ്കിലും സിൽവർ ലൈനിനെക്കുറിച്ച് പരാമർശമില്ല. വികസന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക കർമ്മ പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പ്രവർത്തനങ്ങൾ മുതൽ പുതിയ IT പാർക്കുകൾ വരെ വമ്പൻ പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണം 2026 പൂർത്തിയാക്കും. വിഴിഞ്ഞത്തെ ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കുകയാണ് ലക്ഷ്യം. ഇതിനനുസൃതമായിട്ടാണ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ത്രികോണ പദ്ധതി. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വികസന ത്രികോണം ലോകത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ് തുറമുഖങ്ങളായ സിംഗപ്പൂർ, റോട്ടർഡാം, ദുബായ് എന്നിവയുടെ മാതൃകയിൽ വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രത്തിനപ്പുറം ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ഈ സങ്കല്പത്തിനനുസൃതമായി വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ത്രികോണം VKPGT എന്ന പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിനായി ഒരു SPV രൂപീകരിച്ച് ഭൂവികസന നിക്ഷേപങ്ങളും ശക്തിപ്പെടുത്തും. നേരിട്ടുള്ള ഭൂമി വാങ്ങലിനായി 1000 കോടി രൂപ കിഫ്ബി വഴി വിനിയോഗിക്കും. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന്റെ ഇരുവശത്തുമായി ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. കണ്ണൂർ വിമാനത്താവളത്തിനടുത്ത 25 ഏക്കറിൽ 293 കോടിയുടെ IT പാർക്ക്. കൊല്ലം നഗരത്തിലും പുതിയ IT പാർക്ക് തുടങ്ങും. തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോയുടെ പ്രാരംഭ നടപടികൾ ഈ വർഷം തുടങ്ങും. എന്നാൽ സിൽവർ ലൈൻ പദ്ധതി ബജറ്റിൽ പരാമർശിച്ചില്ല. പൊതുമരാമത്ത് പാലങ്ങൾക്കും റോഡുകൾക്കുമായി 3061 കോടി രൂപയും അനുവദിച്ചു. 24 തിരുവനന്തപുരം.